സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നല്ല അച്ചടക്കം മുത്തുനബി തങ്ങളുടെ പരിപാടിയാണ്. മുത്തുനബി തങ്ങളുടെ പൊരുത്തം വാങ്ങാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പൊരുത്തക്കേട് വാങ്ങരുത് എന്ന് ആദ്യം ഓർമ്മപ്പെടുത്താണ്. അബുൽ ഖിത്താബ് എന്ന് പറയുന്ന മഹാൻ 5 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് നബി തങ്ങളുടെ റൗളയുടെ ചാരത്ത് വന്നിട്ട് അബുൽ ഖിത്താബ് തങ്ങൾ പറയാണ്, യാ റസൂലല്ലാഹ് അന ലൈഫുക്. കുട്ടികൾ സൈലൻ്റ് ആവണേ. ആ കുട്ടികളോട് സൈലൻ്റ് ആവാൻ പറഞ്ഞാലേ. അബുൽ ഖിത്താബ് തങ്ങൾ പറയാണ്, അന ലൈഫുക്, ഞാൻ നിങ്ങളെ ഗസ്റ്റാണ്. 5 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഭക്ഷണം വേണം. ആരോടാ പറയണത്? റൗളയിൽ കടക്കുന്ന സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ കുറച്ച് സമയം ക്ഷീണം കൊണ്ട് അവിടെ ഇരുന്നപ്പോൾ അറിയാതെ അങ്ങ് മയങ്ങിപ്പോയി. ഉറക്കത്തിൽ അതാ വരുന്നു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങൾ വന്നിട്ട് നല്ല റൊട്ടി കൊടുക്കാൻ. ഉറക്കത്തിൽ ഇങ്ങനെ തിന്നാൻ തുടങ്ങി. വാട്ട് എ ടേസ്റ്റ്, എന്തൊരു രുചിയാണ്. ഞാൻ ലൈഫിൽ ഇതുവരെ തിന്നിട്ടില്ലാത്ത അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ റൊട്ടി. അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ പകുതിയായ സമയത്ത് ഉറക്കം ഞെട്ടിപ്പോയി. ഞെട്ടി നോക്കുമ്പോൾ കയ്യിലുണ്ട് നേരത്തെ തിന്നതിൻ്റെ പാതി റൊട്ടി കയ്യിലുണ്ട്. അതാണ് നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മുത്തുനബി നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെയാ സ്നേഹിക്കുക? ഒന്ന് സൈലൻ്റ് ആവണേ. നിങ്ങൾ കുറച്ച് മിനിറ്റ് വർത്തമാനം പറയാം. നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമുക്ക് പറയാൻ ഒരു റാത്ത് ഉണ്ടാവില്ല. മുത്തുനബി തങ്ങളെ കുറിച്ച് പറയണല്ലേ. അള്ളാഹു കബൂലാക്കട്ടെ. സുബുലുൽ ഹുദാ വറഷാദ് എന്ന് പറയുന്ന കിതാബിൽ കാണാൻ കഴിയും ശൈത്താൻ പൊട്ടിക്കരഞ്ഞ 4 സന്ദർഭങ്ങൾ. വളരെ സങ്കടം ഉണ്ടാവുമ്പോഴല്ലേ പൊട്ടിക്കരയാ. 4 സന്ദർഭങ്ങളിൽ ശൈത്താൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. 1 ശപിക്കപ്പെട്ടപ്പോഴാണ്, 2 സ്വർഗത്തുനിന്ന് പുറത്താക്കിയപ്പോഴാണ്, 3 ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ്, 4-മത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീണപ്പോഴാണ്. ഇപ്പൊ ശൈത്താന്റെ ആള് പറയും റബീഉൽ അവ്വൽ വരുമ്പോ മൗലൂദ് കഴിക്കല്ലേ, മദ്ഹ് പാടല്ലേ, ഓർ കരയാൻ തുടങ്ങും ശൈത്താന്റെ ആളുകൾ. മുത്തുനബി തങ്ങളുടെ പിറവി കൊണ്ട മാസത്തിൽ സന്തോഷിക്കുക, അഭിമാനിക്കുക, അതിലൊരു ഹാപ്പി ആവാന്നൊക്കെ പറയേണ്ടത് ഈമാന്റെ അടയാളാണ്. അള്ളാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. അല്ലെങ്കിൽ മുത്തുമുമീനുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊരു പ്രതീക്ഷയുള്ളത് അബൂ ലഹബ് എന്ന് പറയണ ഖുർആനിൽ അള്ളാഹു ശപിച്ച ഒരേ ഒരു വ്യക്തി. ഖുർആനിൽ അള്ളാഹ് അന്ന് ശപിച്ചെന്ന് മാത്രമല്ല, ലോകത്ത് ഖുർആൻ ഓതുന്ന മുഴുവൻ മുഅ്മിനീങ്ങളുടെ നാവ് കൊണ്ടും ഖിയാമത്ത് നാൾ വരെ ശപിച്ചു കൊണ്ടിരിക്കപ്പെടുന്ന ആളാണ് അബൂ ലഹബ്. ആ അബൂ ലഹബിന് പോലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 1% പോലും തൊട്ടു തീണ്ടാത്ത നരകത്തിൽ എല്ലാ തിങ്കളാഴ്ച രാവിലും അവൻ്റെ കൈവിരലുകൾക്കിടയിലൂടെ തെളിനീര് കുടിക്കാൻ ലഭിക്കണത് മുത്തുനബി തങ്ങളുടെ പിറവിയിൽ സന്തോഷിച്ചിട്ട് തൻ്റെ അടിമപ്പെണ്ണായ സുവൈബത്തുൽ അസ്ലമിയെയാണ് മുത്തുനബി തങ്ങൾ പിറന്നു എന്ന ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്തത്. അതുകൊണ്ട് ആ പെണ്ണിനെ മോചിപ്പിച്ചതിൻ്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ച രാവിലും തെളിനീര് ലഭിക്കുന്നുവെങ്കിൽ മുഅ്മിനെ നമ്മളൊരു പ്രതീക്ഷയാണ്. നമ്മൾ ഇതുവരെ മുത്തുനബി തങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല. മുത്തുനബി തങ്ങളെ കുറ്റം പറയുന്നതോട് നമുക്ക് വലിയ വെറുപ്പാണ്. മുത്തുനബി തങ്ങളെ മദ്ഹ് പാടാണ്. റബീഉൽ അവ്വൽ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സിലെവിടെയോ സന്തോഷമാണ്. ഇതൊരു പ്രതീക്ഷയാണ്, വലിയൊരു ഹോപ്പാണ്. നാളെ ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ, മഹ്ശറയിൽ മുത്തുനബി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലെങ്കിലും മുത്തുനബി തങ്ങളെ പേരൊന്ന് പറഞ്ഞോക്കി. നിങ്ങൾ മുഹമ്മദ് ഒന്ന് പറഞ്ഞോക്കിയ. മുഹമ്മദ് ഒരു മുത്തം കൊടുക്കാണ്ട് പേര് പറയാൻ കഴിയില്ല. മുഹമ്മദ് ചുണ്ട് കൂട്ടാതെ മീം പറയാൻ കഴിയോ? ഇല്ല. ആ പേര് പറയുമ്പോൾ തന്നെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സ്നേഹത്തിന് പറയല് ഹുബ് എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും. ഹുബ് എന്നാണ് സ്നേഹത്തിന് പറയാ. ഹ ഉള്ളിന്ന് തുടങ്ങിയിട്ട് ബ പുറത്ത് ചാടാനുള്ളതാണ്. സ്നേഹം മനസ്സിൽ പൂട്ടിവെക്കാനുള്ളതല്ല. ലോകത്തെ നമ്പർ 1 സൈക്കോളജിസ്റ്റ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്.
നബി തങ്ങൾ പറഞ്ഞത് എന്താ? ഇദാ അഹബ്ബർ റജുലു അഹാഉ ഫൽയുഖ്ബിർഹു അന്നഹു യുഹിബ്ബുഹു. എടോ, നിനക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് പറ്റുന്ന ഇഷ്ടമാവണം, ഹലാലാവ് ഇഷ്ടപ്പെടാൻ പറ്റിയ ആളാവണം. അങ്ങനെ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ ഫൽയുഖ്ബിർഹു, അവനോട് പറയണം, ഇന്നഹു യുഹിബ്ബുഹു, അവൻ ഇഷ്ടമാണെന്ന് പറയണമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ചില ഭർത്താക്കന്മാരൊക്കെ പറയും, പെണ്ണുങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി, ചില ആൾ വരും, നമുക്ക് ഭാര്യനോട് ഭയങ്കര ഇഷ്ടമാണ്, എന്നിട്ട് അത് പ്രകടിപ്പിക്കോ? ഇല്ല, മനസ്സിലിങ്ങനെ പൂട്ടി വെക്കും. വീട്ടിലേക്ക് വരുമ്പോൾ പേരെന്നെ വിളിക്കുമ്പോൾ ഫുള്ള് പേരാ വിളിക്കുക. ഫാത്തിമ, അതിങ്ങെടുക്ക്, ഇല്ലേ? ഒരു പട്ടാള ചിട്ടയിലുള്ള ലൈഫ്. അങ്ങനെയല്ല വേണ്ട, സ്നേഹത്തോടെ. മുത്തുനബി തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ പോയോക്ക്, ഐഷൂന്ന് സ്നേഹത്തോടെ വിളിക്കുള്ളൂ. മാത്രമല്ല, അവിടുത്തെ ലൈഫിൽ കാണാൻ കഴിയും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിനെ കറന്നു കൊണ്ടുവന്നിട്ട്. പെണ്ണുങ്ങൾ കുറച്ചും കൂടെ സൈലൻ്റ് ആവണേ, പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണില്ലേ? കുറച്ച് ആ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് സദസ്സ് അലങ്കോലാവുമ്പോൾ ബേജാറാവാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ കറന്നു കൊണ്ടുവന്നിട്ട് ആ ഗ്ലാസ് ആയിഷ ബീവിക്ക് കൊടുത്തിട്ട് പറയും, ആയിഷ കുടിക്കുമോളെ. ആയിഷ ബീവി കുടിക്കും. എന്നിട്ട് ആ ഗ്ലാസിങ് വാങ്ങിയിട്ട് ആയിഷുമ്മ ബീവി ചുണ്ട് വെച്ച അടുത്തേക്ക് ഇങ്ങനെ കറക്കി പിടിച്ചിട്ട് തൻ്റെ ചുണ്ടിലേക്ക് വെച്ച് കുടിക്കുന്ന ലോകത്തെ നമ്പർ 1 ഭർത്താവാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പാടല്ലേ നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ ഉപ്പയും ഉമ്മയും സ്നേഹത്തിൽ കഴിയുമ്പോഴാണ് നമ്മുടെ മക്കളും നല്ല സ്നേഹമുള്ള മക്കളാവുക. അതുകൊണ്ടല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പെണ്ണ് കെട്ടുമ്പോൾ അൽ വദൂദ് അൽ വലൂദ്, കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിനെ കെട്ടണം. അതെങ്ങനെ കെട്ടുക? 3 വർഷം സ്നേഹിച്ചിട്ട് അങ്ങനെ നോക്കിയിട്ട് കെട്ടാനാ? അല്ല. പിന്നെയോ, അവളുടെ കുടുംബാന്തരീക്ഷം പഠിച്ചാൽ, അവയുടെ ഉമ്മയെയും ഉപ്പയെയും അവളുടെ കുടുംബത്തിലെ ദമ്പതിമാരെയും പഠിച്ചാൽ അവരുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്നേഹം പ്രകടിപ്പിക്കാൻ അത് മക്കൾ കണ്ടു വളരാനുള്ളതാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ ഫാദർ ആൻഡ് മദർ ലവ്ലി, സ്നേഹത്തിൽ കഴിയേണ്ട ഇടാണ് കുടുംബം എന്ന് പറയുന്നത്. നല്ല കുടുംബത്തിലേ നല്ല വിളവുണ്ടാവുള്ളൂ, നല്ല മക്കൾ ഉണ്ടാവുള്ളൂ. നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ നമ്മളാവുന്ന ഉപ്പയും നമ്മളാവുന്ന ഉമ്മയും ആദ്യം നന്നാവേണ്ടതുണ്ട്. ഉപ്പമാരോട് ശരിക്കും പറയാനുള്ളത്, ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നമ്മുടെ ഭാര്യമാരിലൊക്കെ ചെറിയ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എന്തെങ്കിലും ഒരു സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടാവും. 100-ൽ 100 മാർക്ക് കിട്ടിയ പെണ്ണുങ്ങളൊന്നും ആയിരിക്കൂലല്ലോ. എന്തായാലും മനുഷ്യനാകുമ്പോൾ എന്തെങ്കിലും നമുക്ക് പറ്റാത്തൊരു സ്വഭാവം അവളിൽ ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ അവളെ കുറ്റപ്പെടുത്താൻ പാടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ പോവാൻ. അയാൾ എന്തിനാ പോകണമെന്നറിയോ? അയാളെ ഭാര്യ ഭയങ്കര സ്വഭാവം മോശം, വല്ലാത്ത പ്രശ്നം വീട്ടിൽ. എന്നിട്ട് തൻ്റെ ഭാര്യയുടെ സ്വഭാവം മോശമാണ് എന്ന് പറയാൻ വേണ്ടി ഉമർ തങ്ങളുടെ അടുത്തേക്ക് പോയപ്പോൾ കാണുന്നത് എന്താ അറിയോ? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അവരുടെ ഭാര്യ ഇങ്ങനെ വഴക്ക് പറയാൻ, ഭാര്യ ഇങ്ങനെ കലമ്പാൻ. ഉമർ തങ്ങൾ ഇങ്ങനെ കേട്ടു നിൽക്കുന്നുണ്ട്, ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. ഇയാൾ ചിന്തിച്ചു, ഞാൻ വന്നത് ഡോക്ടറെ അടുത്തേക്കാണ്, പക്ഷേ എന്നെ കാണും വലിയ രോഗി ഇപ്പോൾ ഡോക്ടറാണ്, ഇല്ലേ? അയാൾ സ്വാഭാവികമായിട്ട് അയാൾ തിരിച്ചു വരും. അയാൾ തിരിച്ചു വരുമ്പോൾ ഉമർ തങ്ങൾ കണ്ടു, വാ മോനിങ് വാ, എവിടെയാ പോണത്, എന്തിനാ വന്നത്? അയാൾ പറഞ്ഞു, ഉമറങ്ങളെ, ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എന്നെക്കാളും വലിയ പ്രശ്നമാണ് ഞാൻ ഇവിടെ കണ്ടത്, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാണ്. ഉമറങ്ങൾ ആ മനുഷ്യനോട്, ആ ഭർത്താവിനോട് പറയുന്നൊരു മറുപടി ഉണ്ട്, മോനെ, ഭാര്യയുടെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ മേൽ നീ അവളെ കുറ്റപ്പെടുത്തരുത്, അവളെ നീ വേണ്ടാന്ന് വെക്കരുത്. അവളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം ചീത്തയുണ്ടെങ്കിൽ അതിനേക്കാളും ബെറ്ററായ സ്വഭാവം അപ്പുറത്ത് പകരുണ്ടാവും. മാത്രമല്ല, എൻ്റെ ഭാര്യ എന്നെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ചീത്ത പറയുമ്പോൾ ഞാനൊന്നും പ്രതികരിക്കാതെ എന്താ അറിയോ? എൻ്റെ മക്കളെ നോക്കണത്, എൻ്റെ മക്കൾക്ക് മുലപ്പാൽ നൽകുന്നത്, എൻ്റെ വസ്ത്രം അലക്കിത്തരുന്നത്, എനിക്ക് സേവനങ്ങൾ ചെയ്യുന്നത്, അതിലെല്ലാം അപ്പുറത്ത് എന്നെ ഹറാമിൽ നിന്ന് കാക്കുന്നത് എൻ്റെ ഭാര്യയാണ്. അങ്ങനെ ചിന്തിച്ചെങ്കിലും കൂടെ പിടിച്ചോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഒരു പെണ്ണിൻ്റെ സ്വഭാവം മോശം, വല്ലാത്ത പ്രശ്നമാണ്, സഹിക്കാൻ കഴിയണില്ല.
എന്നിട്ട് ആ ഭർത്താവ് എന്ത് ചെയ്തു? അവളുടെ ആ സ്വഭാവ ദോഷത്തിന്റെ മേൽ സഹിച്ചു നിന്നാൽ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, ലോകത്തെ ഏറ്റവും പരീക്ഷണം ഏൽക്കേണ്ടി വന്ന നബിയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുക്കുന്ന അത്രയും വലിയ പ്രതിഫലം ആ ഭർത്താവിന് നൽകുമെന്ന് കള്ളം പറയാത്ത നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ പെണ്ണുങ്ങൾ ചിന്തിക്കണ്ട, എന്ത് എൻ്റെ മാപ്പിൾക്ക് അയ്യൂബ് നബിന്റെ കൂലി കിട്ടട്ട് എന്ന് വിചാരിച്ചിട്ട് ആരും അടങ്ങേറാക്കാൻ നിൽക്കണ്ട. പാവങ്ങളാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഭാര്യമാർക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ലുക്മ, ഒരു പിടി ഭക്ഷണം, അതിന് വലിയ പ്രതിഫലമുണ്ട്. മുത്തുനബി നൽകുന്ന പാഠം നോക്കി നോക്കിയ ലോകത്തിന്റെ നേതാവല്ലേ. ഇങ്ങനെ ജീവിച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തൊരു സന്തോഷമാവും. ഇത് കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾ പറയുന്നുണ്ടാവും, പറഞ്ഞോടുക്ക് ഉസ്താദെ, പറഞ്ഞോടുക്ക് ഇല്ലേ. പെണ്ണുങ്ങളും മനസ്സിലാക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ബുറൈദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ കഴിയും. ഒരു അറാബി വന്നിട്ട്, ഒരു വില്ലേജിൽ താമസിക്കുന്ന ഒരു കാട്ടറബി വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അന്ത നബിയുൻ, നിങ്ങൾ നബിയാണോ? യെസ്, ഞാൻ നബിയാണ്. എന്തെങ്കിലും പ്രൂഫ് തരുമോ, തെളിവ് തരുമോ? എന്താ മോനെ തെളിവ് വേണ്ടത്? എന്നിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, അങ്ങകലൊരു മരം നിൽക്കുന്നുണ്ടോ മോന്? ആ മരത്തോട് പറയാ, റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെ നബി തങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറ. ഈ അയറാബ് ഓടിച്ചെന്നിട്ട് മരത്തിനോട് പറഞ്ഞു, മരമേ, നിന്നെ റസൂലുള്ള വിളിക്കുന്നുണ്ട്. ഇത് കേൾക്കേണ്ട താമസം മരം അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഒന്ന് കുലുക്കിയിട്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് ഇടതുഭാഗത്തെ വേരുകൾ പുറത്തെടുക്കുകയാണ്. ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലതുഭാഗത്തെ വേരുകളും ബാക്കോട്ട് മുമ്പോട്ടൊക്കെ ചെരിഞ്ഞിട്ട് അതിൻ്റെ മുഴുവനും വേരുകളും പുറത്തെടുത്തിട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് നബി തങ്ങളെ മുന്നിൽ വന്നിട്ട് നിന്നു. നബി തങ്ങൾ അയറാബിയോട് ചോദിച്ചു, സമാധാനായ മോനെ? ഓക്കെ, എനിക്ക് മനസ്സമാധാനായി, എനിക്ക് വലിയ ആശ്വാസമായി. മരത്തിനോട് പറഞ്ഞു, പോയിക്കോ. മരം അനുസരണമുള്ള കുട്ടിയെ പോലെ തിരിച്ചു പോയിട്ട് നേരത്തെ ഉണ്ടായിരുന്നിടത്തേക്ക് തൻ്റെ വേരുകൾ ഇറക്കിയിട്ട് അവിടെ നിലസ്ഥാപിച്ചു. ഇത് കണ്ടപ്പോ ഈ അയറാബി മുത്തുനബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ അസ്ജുദു ലക്, എനിക്ക് കണ്ടിട്ട് എങ്ങനെയാ പ്രതികരിക്കേണ്ടെന്ന് തിരിയണില്ല, നിങ്ങൾക്കൊന്ന് ഞാൻ സുജൂദ് ചെയ്യട്ടെ നബിയെ. അപ്പൊ നബി തങ്ങൾ പറയണ മറുപടിയാണ് പെണ്ണുങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ നോട്ട് ചെയ്യേണ്ട മറുപടിയാണ്. നബി തങ്ങൾ ആ മൊമെന്റിൽ പോയും മുത്തുനബി തങ്ങൾ പറയണത്, ലൗ അമർതു അഹദൻ, ആരോടെങ്കിലും ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, അഹദിൻ, ഒരു സൃഷ്ടിക്ക് വേണ്ടി ഭൂലോകത്ത് വെച്ച് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കെങ്കിലും ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, ഞാൻ കൽപ്പിക്കുമായിരുന്നു, പെണ്ണിനോട്, ആ പെണ്ണിന്റെ ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു പെണ്ണിന് സുജൂദ് ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ, ഒരു മഖ്ലൂക്കിന് സുജൂദ് ചെയ്യാൻ ലോകത്ത് അവകാശം കൊടുക്കുമെങ്കിൽ, അത് പെണ്ണിനോട് ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു ഹദീസിൽ കാണാൻ കഴിയും, മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഉന്നിരി, പെണ്ണെ നീ ആലോചിക്കണം, മിൻ അന്ത മിൻഹു, ആ ഭർത്താവിന്റെ അടുക്കൽ നീ ഏത് പൊസിഷനിലാണ്, ഭർത്താവിന്റെ കൺസെപ്റ്റിൽ നീ എങ്ങനെയുള്ള ഭാര്യയാണ്. ഫഇന്നഹു ജന്നതുകി വനാറുകി, നിന്റെ സ്വർഗം തീരുമാനിക്കേണ്ടത്, നിന്റെ നരകം തീരുമാനിക്കേണ്ടത് നിന്റെ ഭർത്താവാണ്. അതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ പൊരുത്തം ഉണ്ടോ ഇല്ലയോ എന്നാണ് ഓരോ നിമിഷവും പെണ്ണാലോചിക്കേണ്ടതെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ആയിഷുമ്മ ബീവി പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. ആയിഷുമ്മ ബീവി പറയുന്നുണ്ട്, ഓ പെണ്ണുങ്ങളെ, ഇങ്ങളെങ്ങാനും ഭർത്താക്കന്മാരോടുള്ള കടമ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ മുഖം കൊണ്ട് ഭർത്താക്കന്മാരുടെ കാലിനടിയിലെ ചേറിങ്ങനെ തുടച്ചെടുക്കുമായിരുന്നു. അത്രയ്ക്കും കടമയുണ്ട് പെണ്ണിന് ഭർത്താവിനോടെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ അപ്പുറത്തും ഇപ്പുറത്തും ഇസ്ലാം പഠിപ്പിക്കുന്ന ഡ്യൂട്ടീസുകളും കടമകളും ബാധ്യതകളും പഠിക്കുമ്പോഴാണ് നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവുന്നത്. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച പാഠതാണ്. നമ്മളെ കുടുംബത്തിൽ എപ്പോഴും നമ്മൾ സ്നേഹത്തോടെ കഴിയണം. ഇനി ഭാര്യനോട് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് എല്ലാ ആളുകളോടും. ബാംഗ്ലൂർ വന്നതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനോട് ഒന്നൊരു ബന്ധമില്ല, ഒരു ടച്ചില്ല.
കുടുംബ ബന്ധങ്ങളില്ല, സാമ്പത്തികമായി അല്പം ഉഷാറാവുമ്പോഴേക്ക്, ബിസിനസ് കുറച്ച് ടോപ്പ് ആവുമ്പോഴേക്ക് കുടുംബക്കാരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പുതിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പാടെന്ന് പറഞ്ഞാൽ കിതാബുൽ കബായിറിൽ കാണാൻ കഴിയും. ഒരു മനുഷ്യൻ വലിയ റിച്ച് മാനാണ്, വലിയ ധനാഢ്യനാണ്. അയാൾ വരികയാണ് എവിടത്തേക്ക്? മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടിയിട്ട്. അയാള് ഹജ്ജിന് വേണ്ടി വന്നു. അങ്ങനെ മക്കയിൽ നിന്ന് അറഫയിൽ നിൽക്കാൻ പോകുന്ന സമയത്ത് അയാളുടെ കയ്യിൽ എക്സ്ട്രാ 1000 ദീനാറുണ്ട്. അന്നത്തെ കാലത്തെ ഏറ്റവും വാല്യുബിളായ, തൻ്റെ ലൈഫ് ടൈം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റിയ വലിയ തുകയാണ് 1000 ദീനാർ. ഇത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അങ്ങനെ മക്കയിൽ അന്വേഷിച്ചപ്പോൾ ഒരു നല്ല സ്വാലിഹായ മനുഷ്യൻ, വിശ്വസ്തനായ മനുഷ്യൻ, എല്ലാവർക്കും പരിചയമുള്ള ഒരു നല്ല മനുഷ്യനെ കുറിച്ച് അറിവ് കിട്ടി. അങ്ങനെ അയാളുടെ വീട്ടിൽ പോയിട്ട് ഈ 1000 ദീനാർ അയാളുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തു. ആ പെൺകുട്ടികൾ കുറച്ച് സൈലന്റ് ആവണേ. ആ ഭാഗത്ത് പെൺകുട്ടികളോട് കുറച്ച് സൈലന്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ 1000 ദീനാർ സൂക്ഷിക്കാൻ കൊടുത്തിട്ട് ഇയാൾ അറഫയിലേക്ക് പോയി. അറഫയൊക്കെ കഴിഞ്ഞു, ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഈ 1000 ദീനാർ വാങ്ങാൻ വേണ്ടി ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കിട്ടിയ വാർത്ത, അയാൾ കുറച്ച് ദിവസം മുന്നേ മരണപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കാകെ ബേജാറായി. അയാളുടെ കുടുംബക്കാരോട്, നാട്ടുകാരോട് അന്വേഷിച്ചു. ഇങ്ങനെ ഇയാൾ കൊടുത്ത ഒരു ക്യാഷിനെ കുറിച്ച്, 1000 ദീനാറിനെ കുറിച്ച് ഒരു കുടുംബക്കാർക്ക് പോലും വശമില്ല, ആർക്കും പരിചയമില്ല. സുബ്ഹാനല്ലാഹ്, ഇയാൾ എന്ത് ചെയ്യും? ഇയാളാകെ സങ്കടത്തിലായി. ഇയാൾ ആ നാട്ടിലെ വലിയ പണ്ഡിതനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് അയാളുടെ കയ്യിൽ 1000 ദീനാർ കൊടുത്തിട്ടുണ്ട്, ബട്ട് അയാൾ മരിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ്? അയാൾ പറഞ്ഞു, ആ ഇമാമ് പറഞ്ഞു കൊടുക്കാണ്, മോനെ നീ സംസം കിണറിൻ്റെ അടുത്ത് പോവുക, എന്നിട്ട് സംസം കിണറിൻ്റെ അടുത്ത് നിന്ന് അയാളെ പേര് വിളിക്കുക. ഇബ്നുൽ ഖയ്യിം തങ്ങളൊക്കെ റൂഹിൽ പറയുന്നത് കാണാൻ കഴിയും. നല്ല ആളുകളുടെ റൂഹുകൾ, സ്വർഗത്തിൽ പോകുന്നയാളുടെ ആത്മാവുകൾ എല്ലാ രാത്രിയും സംസം കിണറിൻ്റെ അടുത്ത് ഹാജരാവുമെന്ന്. എന്നിട്ട് നീ പേര് വിളിക്കുക, ആ മനുഷ്യന്റെ പേര്. ആ മനുഷ്യൻ സ്വർഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ സംസം കിണറിൻ്റെ അടുത്തുനിന്ന് നിന്നോട് യെസ് പറയും. നീ ചോദിക്കുക എവിടെയാ സമ്പത്തുള്ളതെന്ന്. അയാൾ രാത്രി വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ സംസം കിണറിൻ്റെ അടുത്ത് പോയിട്ട് അയാൾ വിളിക്കാണ്, ഈ മനുഷ്യന്റെ പേര് വിളിക്കാണ്. പക്ഷേ അവിടുന്ന് റീപ്ലൈ ഇല്ല. 2-3 തവണ വിളിച്ചു നോക്കി, റീപ്ലൈ ഇല്ല. അയാൾ തിരിച്ചു പോരുന്നു. പണ്ഡിതനോട് പറഞ്ഞു, ഞാൻ സംസമിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, രാത്രി വിളിച്ചിട്ടുണ്ട്, പക്ഷെ റീപ്ലൈ കിട്ടണില്ല. പണ്ഡിതൻ പറഞ്ഞു, നീ യമനിലേക്ക് പോകണം. അവിടെ ബർഹൂത്ത് എന്ന് പറയുന്ന ഒരു കിണറുണ്ട്. അവിടെ നരകത്തിൽ വാസിക്കുന്ന ആളുകളുടെ റൂഹുകൾ, ആത്മാവുകൾ രാത്രി സമയത്ത് അവരുടെ അറ്റൻഡൻസ് ഉണ്ടാവുന്ന, അവരെ ഹാജരാവുന്ന സ്ഥലമാണ്, അവിടുന്ന് വിളിക്കണം. അങ്ങനെ ഇയാൾ യമനിലേക്ക് പോയി. കാരണം അത്രയും വലിയ തുകയാണ് കിട്ടാനുള്ളത്. അങ്ങനെ യമനിലേക്ക് പോയിട്ട് ബർഹൂത്ത് കിണറിൻ്റെ സമീപത്തിൽ നിന്നിട്ട് രാത്രി സമയത്ത് വിളിക്കുകയാണ് ആ മനുഷ്യന്റെ പേര്. 1ാമത്തെ വിളിക്ക് തന്നെ അയാൾ എസ് പറയാൻ. അയാളോട് ചോദിച്ചു, ഐന മാലി, എൻ്റെ സമ്പത്ത് എവിടെ, എൻ്റെ പണം എവിടെയാണ് വെച്ചത്? അയാൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് എൻ്റെ വീട്ടിൻ്റെ ഇന്ന കോർണറിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അയാൾ തിരിച്ചു പോയിട്ട് ആ പൈസ എടുത്തു. പക്ഷേ 2ാമതൊരു ക്വസ്റ്റ്യൻ ഇയാൾ ചോദിക്കുന്നുണ്ട്. നിന്നെക്കുറിച്ച് നാട്ടുകാർ പറയണത് ഗുഡാണ്, നിന്നെക്കുറിച്ച് കിട്ടിയ ഫീഡ്ബാക്ക് അടിപൊളിയാണ്, എല്ലാ നിലക്കും നീ സൂപ്പറാണ്, പക്ഷേ നീ എന്തുകൊണ്ട് നരകത്തിൻ്റെ ആളായി? അപ്പം ഇയാൾ പറയാണ്, എനിക്ക് പാവപ്പെട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നു, എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അവൾ പാവാണ്, പക്ഷെ ഞാൻ കുറച്ച് അത്യാവശ്യമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നപ്പോൾ ഞാൻ അവളെ മെയിൻറ്റെയിൻ ചെയ്യാണ്ടതായി, അവളെ പരിഗണിക്കാതായി, അവളെ തിരിഞ്ഞു നോക്കാതായി. എൻ്റെ കുടുംബത്തിന് ഞാൻ കുടുംബബന്ധം പുലർത്തിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരവസ്ഥ വന്നതെന്ന് ആ മനുഷ്യൻ പ്രതികരിക്കാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ടാവും, സ്വലാത്ത് ചെല്ലുന്നുണ്ടാവും, എല്ലാത്തിനും അപ്പുറത്ത് നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഇസ്ലാം പഠിപ്പിച്ച ഒരു വഴിയാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. ബാംഗ്ലൂർ ആയതുകൊണ്ട് അത് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ചില ആൾ പറയൂ, ഓറ് വിളിച്ചത് ഞാൻ ഫോൺ എടുത്തിനല്ലോ. അങ്ങനെയല്ല, മറിച്ച് ഇങ്ങോട്ട് കട്ട് ചെയ്തവരോട്, ഇങ്ങോട്ട് വിളിക്കാത്തവരോട്, ഇങ്ങോട്ട് മിണ്ടാത്തവരോട്, ഇങ്ങോട്ട് മൈൻഡ് ഇല്ലാത്തവരോടാണ് അങ്ങോട്ട് നമ്മൾ മൈൻഡാക്കേണ്ടത്, പ്രതികരിക്കേണ്ടത്, ബന്ധം സ്ഥാപിക്കേണ്ടത്. അതാണ് സിലത്തുർ റഹ്ം എന്ന് പറയുന്നത്.
കുടുംബ ബന്ധം ചേർത്താൽ തന്നെ ബിസിനസ്സിൽ ബർക്കത്തുണ്ടാകും, ഭക്ഷണങ്ങൾ വർദ്ധിക്കും, അതുപോലെ ആയുസ് വർദ്ധിക്കുമെന്നൊക്കെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ അൽഹംദുലില്ലാഹ്, എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്താ അറിയോ, നല്ല മുത്തുനബി തങ്ങളുടെ പരിപാടി ആയതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റായ രൂപത്തിലാണ്, സ്റ്റാൻഡേർഡുള്ള രൂപത്തിലാണ് പരിപാടിയൊക്കെ നടത്തുന്നത്. ആ പരിപാടിക്ക് സാമ്പത്തികമായി ഫൈനാൻഷ്യലി വലിയ സാമ്പത്തികമായ ആവശ്യം ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട്, സൗണ്ട് ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള ക്യാഷ് ഇടുക അല്ലേ. സൗണ്ട് വേണ്ട, ചില്ലറ വേണ്ട, ഒന്ന് കനത്തിലിട്ടാൽ മതി. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മുത്തുനബി തങ്ങളെ പരിപാടിക്ക് കൊടുത്തിട്ടില്ല, പിന്നെ ഇതിനാ കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, നമ്മളെ ജീവിതം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിച്ച് പരസ്പരം സ്നേഹം കൈമാറിയിട്ടാവണം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നല്ല ഉപ്പക്കും നല്ല ഉമ്മക്കും ഒരു കുഞ്ഞ് പിറന്നാൽ 3 ഡ്യൂട്ടീസുകൾ, 3 പ്രധാനപ്പെട്ട കടമകൾ ഉണ്ടാവണം. ഇത് പുതിയ കാലത്തെ ഉമ്മമാര് കേൾക്കേണ്ടതാണ്, ഉപ്പമാര് പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത് എന്ന് പറഞ്ഞാൽ അയ്യുഹ്സിന ഇസ്മഹു, അവനിക്ക് നല്ല പേരിടണം എന്നുള്ളതാണ്. ഇന്നിലെ പുതിയ കാലത്ത് നമ്മൾ പേരിടുക എന്ന് പറയുന്നത് ആരും കേൾക്കാത്ത വെറൈറ്റി പേരിടണം അല്ലേ. എന്നിട്ട് ഗൂഗിൾ ഉസ്താദിനോട് ചോദിക്കും, ഇത് ലൈവ് പോകുന്നുണ്ടോ? ഇല്ലല്ലോ, ലൈവ് ഇല്ലല്ലോ. ഗൂഗിൾ ഉസ്താദിനോട് ചോദിക്കും ഈ പേര്, എന്നിട്ട് കേൾക്കാൻ രസമുള്ള എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാന്ന് ലഡു, ജിലേബി, സീൻസ്രായി എന്നിട്ട് പേരിട്ടാൽ പോരെ, കേൾക്കാൻ രസമാണെങ്കിൽ. എന്താ പേരിടാ? ഒരു ഉമ്മക്ക് ഒരു ഉപ്പക്ക് ആദ്യം മോനോടുള്ള കുട്ടിയോടുള്ള കടമയാണ് നല്ല പേരിടുക എന്നുള്ളത്. ഈ കുട്ടിനോടുള്ള കടമ നമ്മൾ ആദ്യം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി വലുതാകുമ്പോൾ ഉപ്പാനോട് ഉമ്മാനോടുള്ള കടമ നിർവഹിക്കോ ഇല്ലയോ? നിങ്ങൾ പറ, യെസ് ഓർ നിങ്ങൾ പറ, നിർവഹിക്കോ? ഇല്ല. ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ ഉമ്മ? എന്നിട്ട് പേരിട, തോന്നിയ പേരൊക്കെ വിളിച്ചിട. എന്നിട്ട് പറയാ, ഈടെ എന്നോട് ഒരാൾ ചോദിച്ചു ഇൻഷാ ഫാത്തിമ, ആ കുട്ടിൻ്റെ പേര് ഇൻഷാ ഫാത്തിമ എന്ന് പറഞ്ഞാൽ എന്താ? ഫാത്തിമ ഉദ്ദേശിച്ചാൽ അല്ലേ. എന്നിട്ടൊരു ഏറ്റവും നമുക്ക് വലിയ ബേജാർ എന്താ അറിയോ, വാട്സപ്പിൽ കുട്ടികളെ പേര് വയ്ക്കണതാ. ഏറ്റവും നമ്മൾ പറഞ്ഞു കൊടുത്ത പേരൊന്നും അവർക്ക് തൃപ്തിയാവില്ല. ഒരു പുതിയ പേരുകൾ ഇങ്ങനെ ചോദിക്കും, എന്തെല്ലോ പേരുകൾ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. പേര് എങ്ങനെയാണോ ഇടുന്നത് ആ പേര് പോലെ ആയിരിക്കും കുട്ടികളുടെ സ്വഭാവം ഉണ്ടാവുക. അതുകൊണ്ടല്ലേ നല്ല പേരിടണം എന്ന് പറഞ്ഞത്. എത്ര മഹാന്മാർ, എത്ര നല്ല ആളുകൾ, എത്ര ഉസ്താദുമാർ ആ കുഞ്ഞുമോളെ അല്ലെങ്കിൽ ആ കുഞ്ഞുമോനെ ആ പേരിട്ട് വിളിക്കും. മിനിഞ്ഞാന്നൊരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദിന്റെ മോക്ക് നഷ്വ എന്ന് പേരിടട്ടെ. നല്ല പേരല്ലേ നഷ്വ, ലഹരി. സഹുവ, മറവിയുള്ളവൾ. പിന്നെ എങ്ങനെ ആ കുട്ടി സ്കൂൾ എക്സാമിൽ ജയിക്കുക? പേരെന്നെ മറവിയുള്ളവരാ. എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് ദിവസം മുന്നേ ഒരു ഉപ്പ വന്നിട്ട്, ഞാൻ വലിയ ആളായൊന്നല്ല, നമ്മളെ പരിചയമുള്ളതുകൊണ്ട് ഓർ ചോദിച്ചതാ, ഉസ്താദെ എനിക്ക് എൻ്റെ മോൻക്ക് ഇടേണ്ട പേരുകൾ ഇതൊക്കെയാണ്. ഉപ്പാൻ്റെ വക ഒരു ലിസ്റ്റ്, ഉമറുൽ ഫാറൂഖ്, മുഹിയുദ്ദീൻ, നല്ല പേരുകൾ. ഉമ്മാൻ്റെ വക കടിച്ചാൽ പൊട്ടാത്തൊരു കുറേ പേരുകൾ. ഉമ്മ പറയേണ്ടത് ഈ പേരെന്നെ ഇടണോ, ഉപ്പ പറയണത് ഈ പേരിടണോ. ഞാൻ സത്യത്തിൽ കുടുങ്ങി. എന്താ പറയാ, നമ്മൾ നല്ല പേര് നോക്കിയിട്ട് ഉപ്പാൻ്റെ ഭാഗത്ത് കൂടിയാൽ ആടെ സമസ്ത വിഭജിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും ഹദിയും വാങ്ങിയിട്ട് ഇങ്ങ് വരും. പക്ഷെ ആ കുടുംബത്തിൽ അങ്ങനെ എന്ത് ചെയ്തു, ഇപ്പുറത്ത് എന്തോ ഭാഗ്യത്തിന് ആ ഉമ്മ സെലക്ട് ചെയ്ത പേരിൽ ഒരു നല്ലൊരു ചെറിയ പേരുണ്ടായി. ആ പേരും ഉപ്പാൻ്റെ ഒരു നല്ല പേരും എടുത്ത് 2 പേരും ഇട്ട് കൊടുത്ത് ഞാൻ തടി സലാമത്താക്കി. എന്ത് പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഗർഭിണി ആയത് മുതൽ തന്നെ ഒരു 10-100 പേരെടുത്ത് വെക്കും. നമ്മുടെ മക്കൾക്ക് നല്ല പേരിടണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എൻ്റെ നാട്ടിലൊരു ഉസ്താദ് പറഞ്ഞ അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഉസ്താദ് ഒരു വീട്ടിൽ പോയപ്പോൾ കുഞ്ഞുമോനെ കുറിച്ച് നല്ല അഭിപ്രായം. അപ്പോൾ ഉസ്താദ് പറഞ്ഞത്രേ, ബദരീങ്ങളെ പേരല്ലേ, പിന്നെങ്ങനെയാ മോൻ ഉഷാറാവാണ്ടിക്കാം.
അപ്പൊ അയാൾ ചോദിച്ചത്രേ, പഴയ പേരേനു. യാ റബ്ബ്, നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ മക്കൾക്ക് നല്ല പേരിടുക എന്നുള്ളത് ഉമ്മമാരെ നമ്മളെ കടമയാണ്. ആ പേരെങ്ങനെയാണോ ആ കുട്ടിയുടെ ക്യാരക്ടറും ലൈഫും ലൈഫ് സ്റ്റൈലും അതുപോലെ ഉണ്ടാവും. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ നെയ്ബർഹുഡിൽ തന്നെ ഒരു ഷിയ നേതാവ് ഉണ്ടായിരുന്നു. അയാൾ അബൂബക്കർ തങ്ങളെയും ഉമർ തങ്ങളെയും വല്ലാതെ കുറ്റം പറയുന്ന ആളാണ്. എന്നിട്ട് അയാളുടെ എഗെയിൻസ്റ്റ്, അയാളുടെ ആ ആർഗ്യുമെന്റ് അയാൾ സമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തെന്നറിയോ? 2 കഴുതന വാങ്ങി, ഡോങ്കി. 2 കഴുതന വാങ്ങിയിട്ട് ഒരു കഴുതക്ക് പേരിട്ടു അബൂബക്കർ, മറ്റേ കഴുതക്ക് പേരിട്ടു ഉമർ. എന്നിട്ട് ഇയാൾ ഈവനിങ്ങുകളിൽ, വൈകുന്നേരങ്ങളിൽ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ ഈ കഴുതയെ പിടിച്ച് നടക്കും. എന്നിട്ട് പേര് വിളിക്കും, അബൂബക്കറേ. അപ്പോ ഇതിന് കോച്ചിങ് കൊടുത്തതുകൊണ്ട് ആ അബൂബക്കർ എന്ന് നാമകരണം ചെയ്യപ്പെട്ട കഴുത, നമുക്ക് പറയാൻ തന്നെ പേടിയുണ്ട്, ആ കഴുത ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും, ഉമറേ എന്ന് വിളിക്കും. അപ്പൊ ആ ഉമറേ എന്ന് വിളിക്കപ്പെടുന്ന കഴുത പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ചിരിക്കും. ഇതാണ് ഇയാളുടെ സ്റ്റൈൽ. കഴുതന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അൻകറുൽ അസ്വാത്ത്, ഏറ്റവും വൃത്തികെട്ട സൗണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ കഴുതനെ കണ്ടിട്ടുണ്ടാവൂലേ? ഇല്ലേ? യാ റബ്ബ്, കണ്ടിട്ടുണ്ടാവൂലേ? ആ കഴുതന ആ സൗണ്ട് കേട്ട വിചാരിക്കൂ ഈ സൗണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാ വന്നേന്, അമ്മാതിരി സൗണ്ടാണ് അതിൻ്റെ. ഖുർആൻ വെറുതെ ഒന്നല്ല പറഞ്ഞ്. അപ്പോ ഇയാൾ അങ്ങനെ എപ്പോഴും അങ്ങനെ ചെയ്യും. ഒരു ദിവസം ആ ഷിയ നേതാവായ നെയ്ബർഹുഡിലുള്ള വീട്ടിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ മഹാനായ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ മകനായ ഹമ്മാദിന്റെ മകനായ ഇസ്മായിൽ, തൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ, തൻ്റെ പേരക്കുട്ടി ഇസ്മായിലിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ആ ഷിയ നേതാവിൻ്റെ വീട്ടിൽ പോയിട്ട് നോക്ക്, എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്, കരച്ചിൽ കേൾക്കുന്നുണ്ട്. സ്ത്രീകളെ ഭാഗത്തുനിന്ന് സൈലന്റ് ആവണേ. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, നീ പോയി നോക്ക്. അയൽവാസിയല്ലേ. അങ്ങനെ പേരക്കുട്ടി ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടി നേരെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അയാൾ മരിച്ചു കിടക്കാണ്. കുടുംബക്കാര് മുഴുവൻ ഇരുന്ന് കരയുന്നുണ്ട്. ആരോ പറയുന്നുണ്ട് ആ മനുഷ്യനെ കഴുത ചവിട്ടിക്കൊന്നതാണെന്ന്. വേൾഡ് ഹിസ്റ്ററിയിലെ, ലോക ചരിത്രത്തിലെ റെയർ സംഭവമായിരിക്കും ഒരു പാവം കഴുത ഒരു മനുഷ്യനെ ചവിട്ടിക്കൊല്ലുക എന്ന് പറയണത്. ഇത് വന്നിട്ട് ഉപ്പാപ്പയായ അബൂ ഹനീഫ് ഇമാമിനോട് പറഞ്ഞപ്പോ ഇമാം അബൂ ഹനീഫ് ഇമാം പറഞ്ഞു, മോനെ, നീ ഒന്ന് പോയി രണ്ടാമതും അന്വേഷിച്ച് നോക്ക്, ആ മനുഷ്യനെ ചവിട്ടിയത് അബൂബക്കർ എന്ന് പറയുന്ന കഴുതയാണോ അല്ല ഉമർ എന്ന് പറഞ്ഞ കഴുതയാണോ? അപ്പോൾ ആലയുടെ അടുത്ത് എല്ലാവരും കഴുതനെയും നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ലോ, ആക്സിഡന്റ് നടന്ന മെയ്യത്തുകൊണ്ട് പോയാലും ആ വണ്ടി നോക്കിയിട്ട് കുറേ ആൾ ഇരിക്കുന്നുണ്ടാവും, ഇല്ലേ? അപ്പൊ ഈ കഴുതനെയും നോക്കിയിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആരോ പറയുന്നുണ്ട്, അതാ അപ്പുറത്തെ ആ തുള്ളിക്കളിക്കുന്ന ഉമർ എന്ന് പറയപ്പെടുന്ന കഴുതയാണ് ചവിട്ടിക്കൊന്നത്. ഇത് ഉപ്പാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഉമർ എന്ന് പറഞ്ഞ കഴുതയാണ് ചവിട്ടിക്കൊന്നത്. അപ്പൊ ഉപ്പാപ്പ പറയുന്നുണ്ട്, ആ പാവൻ ജീവിയായ കഴുതക്ക് പോലും ഉമർ തങ്ങളുടെ പേരിടുമ്പോഴേക്ക് ധീരതയും ശൗര്യത്വവും ഒരു കറേജും ഒരു പവറൊക്കെ കിട്ടി. പേരിടുന്നതിനുണ്ട് അങ്ങനെ മഹത്വം. നമ്മുടെ മക്കൾക്ക് നല്ല പേരിടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തതാണ് അയ്യു അല്ലിമ അദബ കിതാബഹു, നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. മദ്രസ വിദ്യാഭ്യാസം നല്ലോണം കൊടുക്കണം. കാരണം സ്കൂളുകളിൽ അവൻ എത്ര ഗ്രാജുവേറ്റഡ് ആയാലും വലിയ ഡിഗ്രി പഠിച്ചാലും അവനിക്ക് എവിടെയും ഉമ്മയുടെ പൊരുത്തത്തിലാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുന്നില്ല. പക്ഷേ മദ്രസയിൽ 2ാം ക്ലാസ്സിൽ കിതാബിലുണ്ട്, ഉമ്മി എൻ്റെ പൊന്നുമ്മ, അബി എൻ്റെ പൊന്നുപ്പ, എൻ്റെ ഉപ്പാന്റെ കാലിനടിയിൽ, എൻ്റെ ഉമ്മാന്റെ കാലിനടിയിലാണ്, എൻ്റെ ഉപ്പയാണ് സ്വർഗത്തിന്റെ മെയിൻ ഡോർ എന്ന് പഠിപ്പിക്കുന്നത് മദ്രസയിലെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലുമാണ്. ഇത് വലിയ ഡിഗ്രിക്ക് പോയ നമ്മൾ പുതിയ കാലത്ത് മക്കൾ എന്തെങ്കിലും വലിയ ക്ലാസ്സിലെത്തുമ്പോഴേക്ക്, ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 9ാം ക്ലാസ് 10ാം ക്ലാസ് എത്തുമ്പോഴേക്ക് അവർ പറയും നമ്മുടെ മക്കൾക്കൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. മക്കൾക്ക് ശരിക്കും ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കണം. കാരണം അവസാന കാലഘട്ടത്ത് നമ്മളിങ്ങനെ
രോഗശൈലിയിൽ കിടക്കുമ്പോൾ ഉമ്മ നമ്മളെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നവനല്ല നമുക്ക് വേണ്ടത്. മറിച്ച് എൻ്റെ ഉമ്മാക്ക് വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന, എൻ്റെ ഉമ്മയുടെ തലക്കത്തിരുന്ന് സ്വലാത്ത് ചെല്ലുന്ന, എൻ്റെ ഉമ്മ മരിച്ചാൽ തെറ്റുകൂടാതെ യാസീനോദാൻ അറിയുന്ന, എൻ്റെ ഉപ്പയുടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും യാ അബീ, ഉപ്പാ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കണ്ണ് നീരൊലിപ്പിച്ചുള്ള മക്കളെയാണ് നമുക്ക് വേണ്ടത്. ഇല്ല ഉമ്മമാരെ ഉപ്പമാരെ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് നമ്മൾ മക്കളെ പോറ്റിയിട്ട് എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, നാളെ മഹ്ശറിൽ നിന്ന് കോളർ പിടിക്കുന്ന ഒരേ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് സ്വന്തം മക്കളായിരിക്കും. ശൈത്താന് ദുനിയാവെന്ന് മാത്രമേ പിഴപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷെ നാളെ ആഖിറത്തിൽ എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട്, എൻ്റെ ഉമ്മ മദ്രസയിലേക്ക് അയച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കോളർ പിടിച്ച് നരകത്തിലേക്ക് ഉപ്പയെ ഉമ്മയെ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം നമ്മുടെ സ്വന്തം മക്കളാ. ആത്മീയ വിദ്യാഭ്യാസത്തെ ശരിക്ക് കൊടുത്തോളണം. ആത്മീയ നമ്മൾ ഏറ്റവും സ്കൂളിലൊക്കെ ഏറ്റവും സ്റ്റാൻഡേർഡ് നോക്കല് ഫീസ് നോക്കിയിട്ടാണ് അല്ലേ സഖാവസ്ഥ? ഫീസ് നോക്കിയിട്ട് സ്റ്റാൻഡേർഡ് തീരുമാനിക്കും. മദ്രസയിൽ മാസത്തിൽ 500 രൂപ ചോദിച്ചാൽ 500 ഉസ്താദ് കൊട്ടാര എടുക്കുന്നുണ്ടാ? 500 രൂപക്ക് കൊട്ടാരാ? എന്ത് കഥ എന്ന് പറയണ്ടേ? മാഷാ അല്ലാഹ്, തങ്ങൾ ഉസ്താദ് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോൾ മദ്രസ വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്യാഷ് കൊടുക്കേണ്ടത്, ഏറ്റവും പൈസ കൊടുക്കേണ്ടത്. നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ക്യാഷ് ചെലവഴിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് ദീനിയായ വിദ്യാഭ്യാസം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ മകനായ ഹമ്മാദ് എന്ന് പറയുന്ന മോനിക്ക് ഉസ്താദ് ഫാത്തിഹ പഠിപ്പിച്ചെടുത്തപ്പോൾ 500 ദിർഹം കൊടുത്തു. 500 ദിർഹം എന്ന് പറഞ്ഞാൽ ചെറിയ കാശൊന്നുമില്ല. ഇന്നത്തെ ലക്ഷങ്ങളുടെ വാല്യൂ വരുന്ന 500 ദിർഹം കൊടുത്തിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ സോറി, ഇപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം ഇമാം അബൂ ഹനീഫ തങ്ങൾക്കറിയാം ഇൽമിന്റെ പവർ. നമ്മുടെ മക്കൾക്കും അത് കൊടുക്കാൻ കഴിയണം. അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, നമ്മുടെ മക്കൾ മുത്തുനബിയുടെ മദ്ഹ് പാടണമെന്നും പറയണമെന്നും സ്വലാത്ത് ചൊല്ലണമെന്നും പഠിക്കുന്നത് മദ്രസയിൽ വെച്ചിട്ടാണ്. അൽഹംദുലില്ലാ, നമ്മുടെ പയോട്ട് ഉസ്താദിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ മദ്രസയിൽ നടക്കുന്നുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, കുൻ ആലിമൻ, മോനെ നീ പണ്ഡിതനാവണം, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നീ ഇൽമു പഠിക്കുന്ന സ്റ്റുഡന്റ് ആവണം, ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ ഇൽമു കേൾക്കുന്നവനാവണം, ഔ മുഹിബ്ബൻ, അതിനൊന്നും നിനക്ക് ഓപ്ഷൻ ഇല്ല. നീ ബിസിനസ് തിരക്കാണ്, വീട്ടിൽ വലിയ ബിസിയാണ്, എന്നാൽ നീ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവനാവണം. ഔ മുഹിബ്ബൻ, നീ സ്നേഹിക്കുന്നയാളാവണം. സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് അതിന് സപ്പോർട്ട് നീ ചെയ്യണം. വലാ തകുൻ ഖാമിസ, ഫിഫ്ത്ത് ഒരു ഓപ്ഷൻ ഇല്ല, അഞ്ചാമതൊരു ഓപ്ഷൻ ഇല്ല. നമുക്കൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികളാണ് ഇൽമിന്റെ മജ്ലിസുകളും മദ്രസ സംവിധാനങ്ങളൊക്കെ. അല്ലാഹു തആല നിലർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് മുത്തുനബി തങ്ങളെ നല്ലോണം സ്നേഹിക്കുക, അവിടത്തേക്ക് നല്ലോണം സ്വലാത്തില്ല. നമ്മൾ മുത്തുനബി എല്ലാ അമലും ഒന്നാം ആകാശത്ത് വെച്ചിട്ട് അതിൻ്റെ ഫർളുകളും കണ്ടീഷനുകളും റൂൾസ് ഒക്കെ നോക്കിയിട്ട് അള്ളാഹ് തട്ടും. പക്ഷേ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഒരു ചെക്കപ്പും ഇല്ലാതെ പോകുന്ന ഒരു അമലാണ് സ്വലാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, നമ്മുടെ വേദിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുണ്ട്. നമുക്ക് ഇന്നത്തെ സദസ്സിൽ കിട്ടിയ വലിയൊരു സന്തോഷമാണ്. കാരണം ഉപ്പാപ്പാക്ക് പേരക്കുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. സ്വന്തം മക്കളെക്കാളും പേരക്കുട്ടികളോടായിരിക്കും ഇഷ്ടമുണ്ടാവുക. നമ്മുടെ സയ്യിദ് ഇബ്രാഹിം ബാഫക്കി തങ്ങൾ നമ്മുടെ കേർപുരം ഭാഗത്തുള്ള ബദ്റുദ്ദുജ മദ്രസകൾ എന്ന് പറയുന്ന ഒരുപാട് മദ്രസകളുടെ ചെയർമാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ബാഫക്കി തങ്ങൾ. അതിൻ്റെ ഒരു വലിയ പ്രവർത്തകനാണ് ഞാനും വഹാബ് ഉസ്താദൊക്കെ. അൽഹംദുലില്ലാ, തങ്ങൾ അവർകൾ നമ്മുടെ വേദിയിലുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, കസ്സഫീനത്തി നൂഹ്, നമുക്ക് രക്ഷപ്പെടാനുള്ള നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ പോലെ അള്ളാഹു നമുക്ക് തന്നൊരു വലിയ സംവിധാനമാണ് തങ്ങന്മാരെന്ന് പറയുന്നത്. തങ്ങന്മാരെയൊക്കെ സ്നേഹിച്ച് പതാകയുടെ കളർ നോക്കരുത്, സംഘടനയുടെ പേര് നോക്കരുത്, പാർട്ടിയുടെ ലേബിൾ നോക്കാതെ അത് തങ്ങളാണോ മൊയ്ലാരാണോ ഉസ്താദാണോ ഇൽമിൻ്റെ ആളുകളാണോ എങ്കിൽ നമുക്ക് അവർ
സ്നേഹം കൊടുക്കണം, പരിഗണന കൊടുക്കണം, ബഹുമാനം കൊടുക്കണം. അവിടെ ഒരു പാർട്ടി സംവിധാനത്തിൻ്റെയും ഒരു സ്കെയിൽ നമ്മൾ അവിടെ വെക്കരുത്. അള്ളാഹു വലിയ ഉയർച്ച നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമർ റഹീമായ രാജസയ്യിദായ തമ്പുരാൻ റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പുന്നാര മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും പാടിയും പറഞ്ഞും പ്രസംഗിച്ചും എല്ലാം ഉള്ള നല്ലൊരു സദസ്സാണ്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ കൂടിയ സർവ്വ മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഇവിടുത്തെ ഉസ്താദന്മാർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അവിടുത്തെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെന്തെല്ലാം പദ്ധതികളിട്ടിട്ടുണ്ട് ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് അതെല്ലാം നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അതെല്ലാം നീ പൂർത്തിയാക്കി നല്ല റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. കുട്ടികൾക്കെല്ലാം നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. പരീക്ഷയിലെല്ലാം നല്ല മാർക്കോട് കൂടി പാസ്സാക്കണേ അല്ലാഹ്. നല്ല ഇൽമിൻ്റെ അഹലുകാരാക്കി കൊടുക്കണേ അല്ലാഹ്. ഇവിടുത്തെ രക്ഷിതാക്കന്മാരുടെ ജോലിയിലെല്ലാം ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാ മദ്രസകൾക്കും നീ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. അവിടുത്തെ എല്ലാ ഉസ്താദന്മാർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഈ ബാംഗ്ലൂരിൽ നമ്മളെ പ്രവർത്തനം എല്ലാം ഖിലാസോടുകൂടി പ്രവർത്തിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. എല്ലാ ഫിത്നയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്കൊരാസ്ഥാനമാണ് അല്ലാഹു, അതെല്ലാം നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. അതിനുള്ള എല്ലാ വഴിയും നീ തുറന്നു തരണേ അല്ലാഹ്. അതിൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കി തരണേ അല്ലാഹ്. അല്ലാഹു എത്രയും പെട്ടെന്ന് നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇവിടെ കൂടി എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ട മാതാപിതാക്കളുടെ കവർ നീ റാഹത്തിലാക്കി തന്നെ അല്ലാഹ്. അവരെയും നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ യാ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ യാ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരുടെ എല്ലാ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഭാര്യമാരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നല്ല റാഹത്തും സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ്. ആലിമാക്കണേ അല്ലാഹ്. അനുസരണമുള്ള മക്കളാക്കണേ അല്ലാഹ്. ദീൻ ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ നമ്മളെ ഒപ്പം ഉണ്ടാകുന്ന മുനീർ ഉസ്താദ് ഇന്ന് ഒരു ആക്സിഡൻറ്റിലായിട്ട് ഹോസ്പിറ്റലിലാണ്. നടുവിൽ നിന്ന് പരുക്കാന്ന് കേട്ടത്. അള്ളാഹു എത്രയും പെട്ടെന്ന് അത് ശിഫ നൽകി കൊടുക്കട്ടെ.
അതിനുള്ള എല്ലാ ബുദ്ധിമുട്ടും മാറ്റി കൊടുക്കുമാറാകട്ടെ. അവർക്ക് നല്ല സമാധാനം കൊടുക്കുമാറാകട്ടെ. അതുപോലുള്ള എല്ലാ ആക്സിഡൻറ്റിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാക്കണേ അല്ല. എല്ലാ അബ്ജക്റ്റിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ല. എല്ലാ പ്രയാസത്തിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ല. മക്കളില്ലാത്തവർക്ക് നീ നല്ല സാലിഹായ മക്കളെ കൊടുക്കണേ അല്ല. മക്കളില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് നല്ല സാലിഹായ മക്കളെ കൊടുക്കണേ അല്ല. അതുപോലെ ഇവിടെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തെന്ന് പറഞ്ഞു. അള്ളാഹുവേ, അവർക്കെല്ലാം നീ റാഹത്തും സന്തോഷം നൽകണേ അല്ല. ഇതിനു വേണ്ടി ഇവിടെ കലശം നടത്തിയവർക്കും തന്നവർക്കും എല്ലാവർക്കും നീ റാഹത്തും സന്തോഷം നൽകണേ അല്ല. ഈ പാതിരാ സമയത്താണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത്. അള്ളാഹുവേ, നീ കബൂൽ ചെയ്യണേ അല്ല, നീ സ്വീകരിക്കണേ അല്ല, തട്ടിക്കളയല്ലേ അല്ല, റാഹത്തിലാക്കി തന്നെ അല്ല, സന്തോഷത്തിലാക്കി തന്നെ അല്ല, ഞങ്ങളെ യാത്രയിൽ നിന്നുള്ള ഹെൽപ്പാക്കി തന്നെ അല്ല, ഞങ്ങളെ യാത്രയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല അല്ല, നല്ല റാഹത്തായിട്ട് ഞങ്ങളെല്ലാ പദ്ധതികളും വിജയിപ്പിച്ച് തന്നെ അല്ല. അവസാനം കാമിലായി ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൽമത്തോടുകൂടി മരിപ്പിക്കണേ അല്ല. റബ്ബന തഖബ്ബൽ ദുആന വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.